ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന മോർണിംഗ് ഡിവോഷണൽ അല്പസമയം ദൈവജനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ തിരുവെഴുത്ത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് മറുവില, റാൻസം പ്രൈസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. മറുവില എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പുതിയ നിയമത്തിൽ മറുവില എന്ന് പറയുന്നത് മോചന വിലയാണ്, മോചനദ്രവ്യം എന്ന് വേണേൽ പറയാം. ഒരാളെ വീണ്ടുകൊള്ളുവാൻ കൊടുക്കുന്ന വിലയാണത്. എന്തുകൊണ്ടാണ് ഈ മറുവില ഇവിടെ പ്രധാനമായ ഒരു വിഷയമായി അവതരിപ്പിക്കുന്നത്? യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് കുറെ പേരെയും കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുക എന്നുള്ള പ്ലാൻ അല്ല. യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ദൗത്യമാണ് താൻ അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. മാത്രമല്ല, തൻ്റെ ജീവനെ അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുകയാണ്. ആദാമ്യ വംശത്തിൽപ്പെട്ട മനുഷ്യരാശി പാപത്തിന്റെ അന്ധകാരത്തിൽ വീണുപോയപ്പോൾ അവനെ വലിച്ചു കയറ്റുവാൻ, അവൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ ലോകത്തിലെ ഒരു ഇസത്തിനോ തത്വചിന്തകൾക്കോ മതത്തിനോ ലോകത്തിലെ ഒരു ഐഡിയോളജിക്കും കഴിയാതെ വന്നപ്പോൾ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ മോചനത്തിന് വേണ്ടി യേശു ഈ ലോകത്തിൽ പാപമില്ലാത്തവനായി വന്ന് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ് സാധിക്കുകയാണ്. മനുഷ്യൻ എല്ലാ ലോകത്തിലുണ്ടെങ്കിലും അവന് തൻ്റെ ആത്മാവിനെ നേടുവാൻ കഴിയുകയില്ല. ആത്മാവിനെ നേടുക എന്നത് അസാധ്യമായ ഒരു കാര്യമായി തീർന്നിരുന്നു. ആ തീർന്ന സാഹചര്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 16:26 പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യന് എന്ത് മറുവില കൊടുക്കും? പ്രിയരെ, നമുക്ക് മറുവില കൊടുക്കുവാൻ കഴിയില്ല. നമ്മുടെ പ്രിയമുള്ളവർ, നമ്മുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെയും ഒരുപാട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കാണാം. നമുക്ക് വേണ്ടി അവർ തങ്ങളുടെ ഈ ലോക ജീവിതം മുഴുവനും ചെലവഴിച്ചു. എന്നാൽ അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തു വില കൊടുത്തും ആത്മാവിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ സ്നേഹിച്ച ഭാര്യ കാണാം, മക്കൾ കാണാം, സഹോദരങ്ങൾ കാണാം, അമ്മയപ്പനും കാണാം, സുഹൃത്തുക്കൾ കാണാം. എന്നാൽ നമുക്ക് ലോകത്തിൽ അവരെ പല രീതിയിൽ സഹായിക്കാൻ പറ്റിയേക്കാം. നമ്മുടെ പണം കൊണ്ടോ നമ്മുടെ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും നമുക്കവരെ സഹായിക്കാം. എന്നാൽ അവരുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തുവാൻ നമ്മുടെ യാതൊരു കാര്യങ്ങൾക്കും കഴിയില്ല. അതാ പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? തൻ്റെ ജീവനെ വീണ്ടുകൊടുക്കുവാൻ മനുഷ്യന് എന്തു മറുവില കൊടുത്താലും അത് സാധിക്കാതെ വന്നപ്പോൾ ഇതാ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. എഫേസ്യർ 1:7 പറയുന്നു, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ പാപമോചനം എന്ന വീണ്ടെടുപ്പ് അവൻ്റെ രക്തത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും അമൂല്യമായ സമ്പത്താണ് പാപമോചനം എന്ന വീണ്ടെടുപ്പ്. പാപപരിഹാരത്തിനായി മനുഷ്യൻ നെട്ടമുട്ടമോടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, അന്നദാനം ചെയ്യുന്നു, മറ്റനേക ദാനകർമ്മങ്ങൾ ചെയ്യുന്നു, തങ്ങളുടെ ശരീരത്തെ തന്നെ ദണ്ഡിപ്പിക്കുന്നു. എന്നിട്ടും പാപത്തിന് പരിഹാരം വന്നോ എന്ന് അവർക്കറിയില്ല. പാപമോചനത്തിനായി ലോകം മുഴുവനും സഞ്ചരിച്ച് പാപമോചനത്തെ ചിന്തിച്ച് നടക്കുമ്പോഴും ഇതാ പാപമോചനം അത് സാധ്യമായിരിക്കുന്നത് മറ്റെങ്ങുമല്ല, കർത്താവ് യേശുവിൻ്റെ രക്തത്തിൽ ആണ് ഈ പാപമോചനം തന്നിരിക്കുന്നത് എന്നുള്ള ആ വലിയ ദൈവിക വെളിപ്പാടാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പാപിയായ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടി, ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി യേശു ക്രിസ്തു തൻ്റെ ജീവിതം കൊടുത്ത് നമുക്ക് വേണ്ടി വലിയൊരു വില നൽകിയിരിക്കുകയാണ്. അതാണ് മറുവില. പ്രിയരെ, ആ മോചനമാണ് ഇവിടെ സംഭവിക്കുന്നത്.
അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നാളുകളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചേക്കാന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ഓടിത്തേക്കുകയല്ല. എല്ലാം കൃത്യമായി ചെയ്ത് നമുക്ക് പാപപരിഹാരം വരുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ അത് സാധ്യമാക്കാൻ നമുക്ക് കഴിയും. ലോകത്തിലൊരു മനുഷ്യന് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. വചനം പറയുന്ന ആകാശത്തിന് കീഴിൽ ഭൂമിക്കും ഇത് യേശുവിൻ്റെ നാമമല്ലാതെ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മറ്റൊരു നാമം നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഈ ആത്മീയ സത്യം തിരിച്ചറിയുന്ന പ്രിയമുള്ളവർ, തങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ട് നടക്കേണ്ട, കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. യേശു നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. ആ പാപപരിഹാരം അവനവിടെ വരുത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് പാപപരിഹാരത്തിൽ നിന്ന് നമുക്ക് ആ വീണ്ടെടുപ്പ് നമുക്ക് നൽകിയിരിക്കുകയാണ്. പഴയ നിയമഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് രൂത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, ബോബസ് എന്ന ഒരു ദൈവകൃപയുള്ള ഒരു മകനെ കുറിച്ച്. ബോബസ് രൂത്തിനെ വീണ്ടെടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ടായിരുന്നു. നവോമിയുടെ മരുമോളായിരുന്ന, നവോമിയുടെ ചാർച്ചക്കാരനായി തന്നെ ഇരുന്ന ബോബസ് എങ്ങനെയാണ് രൂത്തിനെ വീണ്ടെടുത്തത്? ഒരു അന്യജാതിക്കാരിയായിരുന്ന, ഇസ്രയേൽ പൗരതയോട് ബന്ധമില്ലാത്ത, ഇസ്രയേൽ ചട്ടങ്ങളോട് ബന്ധമില്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് വീണ്ടെടുത്തത്? ആ കുലത്തിലേക്ക് എങ്ങനെയാണ് നേടിയത്? അതിനായിട്ട് ആ വീണ്ടെടുപ്പുകാരന് ചില യോഗ്യതകളുണ്ട്. ഒന്ന്, വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കുന്ന വ്യക്തിയുടെ ബന്ധുവായിരിക്കണം. രണ്ട്, വീണ്ടെടുപ്പുകാരന് വില കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. തന്നെയല്ല, താൻ അതിന് പൂർണ്ണമായി മനസ്സുള്ളവനായിരിക്കണം. അതുപോലെ നിയമപരമായി അവകാശമുള്ളവനായിരിക്കണം. നിയമപരമായി അവകാശമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വീണ്ടെടുപ്പ് സാധ്യമാവൂ. യേശുക്രിസ്തു നമുക്ക് അന്യനല്ല, വീണ്ടെടുപ്പിന് അവകാശമുള്ള വ്യക്തിയാണ്. അവൻ സകല ജഡത്തിൻ്റെ മേലും ദൈവം അവന് അധികാരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവന് അവകാശമുണ്ട് എല്ലാ ജഡത്തിൻ്റെ മേലും. അതുകൊണ്ട് സകല ജഡത്തിനും നിത്യജീവൻ കൊടുക്കുവാനുള്ള അവകാശം പിതാവ് യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവൻ റൈറ്റ് പേഴ്സൺ തന്നെയാണ്. അതുകൊണ്ട് പ്രിയരെ, യേശു ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് പാപമോചനമുണ്ട്. അതാ മറുവിലയായി കർത്താവ് തൻ്റെ ജീവനെ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കടം മുഴുവനും അവൻ അടച്ചു തീർക്കുന്നു. നമ്മുടെ എല്ലാ പാപങ്ങളും അവൻ കഴുകി ശുദ്ധീകരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ഈ ദൈവകൃപയുടെ മഹാത്മ്യം മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുക്കുന്നുവെങ്കിൽ ഈ മറുവിലയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൊലോസ്യർ 1:14 പറയുന്ന പാപമോചനമാണ് ഈ മറുവിലയായി തന്നതിലൂടെയുള്ള അനുഗ്രഹം. റോമർ 5:1 പറയുന്നു അതിലൂടെ നീതീകരണം ലഭിക്കുകയാണ്. ഗലാത്യർ 4:5 പറയുന്നു അതാ ദൈവപുത്രത്വം അതിലൂടെ ലഭിക്കുകയാണ്. എഫേസ്യ ലേഖനം 1:13-14 വാക്യങ്ങളിൽ പറയുന്നു അതിലൂടെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര കിട്ടുകയാണ്. എബ്രായ ലേഖനം 9:15 പറയുന്നു അതിലൂടെ നമുക്ക് നിത്യ അവകാശമാണ് ലഭിക്കുന്നത്. കൊലോസ്യ ലേഖനം 1:13 പറയുന്നു സാത്താന്റെ അധികാരത്തിൽ നിന്ന് എന്നേക്കുമുള്ള ഒരു മോചനം നമുക്ക് തന്നിരിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ വീണ്ടെടുപ്പ് എത്ര മനോഹരമായി ക്രിസ്തു ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഈ ദൈവകൃപയുടെ അനുഗ്രഹം ആർക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ദൈവവചനത്തിന്റെ ആ വലിയ മറുവില ഓരോരുത്തർക്കും ലഭിക്കത്തക്കോണം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അങ്ങ് വന്നത് ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയെ കൊടുക്കുവാനാണ്. ആ ഒരു അനുഗ്രഹം, ആ ഒരു ദൈവിക പദ്ധതി എല്ലാവർക്കും ലഭിക്കാനിടവരട്ടെ. ആർക്കും അത് നഷ്ടമായി പോയി എന്ന് വരാതിരിക്കാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് ഇടപെടുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിച്ചാൽ മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.